വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ജൂലൈ 15 വിശുദ്ധ ബൊനവെന്തൂര. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്രജ്ഞൻ. 1243 വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. വെറും 14 വർഷങ്ങൾക്കുള്ളിൽ സഭയുടെ സുപ്പീരിയർ ജനറലായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര പാണ്ഡിത്യം ഉൾക്കൊണ്ട് സഭാസവനത്തിൽ ഉൾപ്പെടുത്തി പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഫ്രാൻസിസ് അസീസിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിൽ ആകൃഷ്ടനായി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി. വിശുദ്ധ ബൊനവെന്തൂര എഴുതിയ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം എന്ന പുസ്തകം ഇന്നും സഭയുടെ ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഔദ്യോഗിക ജീവിതരേഖയാണ്. വിശുദ്ധ ബൊനവെന്തൂര വിശുദ്ധ ജീവിതത്തിനായുള്ള മാർഗരേഖകളിൽ ഏതാനും ചിലത് പ്രകാരമാണ്: യേശുക്രിസ്തുവിനെ പിഞ്ചലാൻ ആഗ്രഹിക്കുന്നവർ പാപ വഴികളിൽ നിന്ന് പിന്മാറുക. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. പാപം നമ്മുടെ ജീവിതത്തെ, ചിന്തകളെ, വിചാരങ്ങളെ വികലമാക്കുന്നു. നഷ്ടപ്പെട്ട ദൈവകൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ബൊനവെന്തൂര പറയുന്നത്, ദൈവകൃപയുടെ വഴികളിലേക്ക് തുറന്നു വെച്ച ഒരു ജീവിതമാകണം ഒരു വിശ്വാസിയുടേത്. ദൈവകൃപയുടെ നീർച്ചാലാണ് വിശുദ്ധ കുർബാന. ഒരുക്കത്തോടെയുള്ള ബലിയർപ്പണത്തിന് ഒരു വിശ്വാസിയും സമയം കണ്ടെത്തുക. വചനധ്യാനം ജീവിതത്തിന്റെ ഭാഗമാക്കുക. വചനധ്യാനം യേശുധ്യാനമാണ്. യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്. യേശുവിന്റെ ജീവിതം എൻ്റെ ജീവിതത്തിന് വെളിച്ചമാകണം. ഹൃദയവും മനസ്സും ദൈവത്തിൽ കേന്ദ്രീകരിച്ച് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ കൊണ്ട് നിറയാൻ അനുവദിക്കുക. തൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ, പഠനത്തിലൂടെ, അധ്യാപനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, സർവോപരി ജീവിത മാതൃകയിലൂടെ അനേകർക്ക് വെളിച്ചമായ വിശുദ്ധ ബൊനവെന്തൂരയുടെ സ്വർഗീയ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ. വചനസാരം വചനസാരം.